ന്യൂസ് റൂം ലൈവ് തുടരുന്നു. നോക്കാം പ്രധാന വാർത്തകൾ. കൈവെട്ട് കേസിലെ ഒന്നാം പ്രതി സവാദ് പിടിയിൽ. കണ്ണൂരിൽ NIA പിടിയിലായത് 13 വർഷം ഒളിവിലായിരുന്ന പ്രതി. പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയത് സവാദ്. പ്രതിയെ പിടികൂടിയത് ഉദ്യോഗസ്ഥരുടെ വിജയമെന്ന പ്രൊഫസർ TJ ജോസഫ് ന്യൂസ് 18നോട്. ആസൂത്രണം നടത്തിയവർ ഇപ്പോഴും കാണാമറയത്ത്. ഇടത് വലത് മുന്നണികൾക്കെതിരെ ആരോപണവുമായി TP സെൻകുമാർ. പ്രതികൾക്ക് സഹായം നൽകിയെന്ന് അന്വേഷിക്കണമെന്ന മുൻ DGP. കേസിന് പിന്നിലെ ബുദ്ധികേന്ദ്രങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഫാദർ പോൾ തേലക്കാട്. UDF അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അവരുമായി സംസാരിക്കാനോ അവരെ സ്വീകരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. ഇത് രണ്ടുണ്ടാണല്ലോ. അത് ആദ്യം ഉണ്ടാകുന്നത് മാണി കേരള കോൺഗ്രസ് ഞങ്ങൾ LDF വിടാൻ തയ്യാറാണ് എന്നുള്ളൊരു സന്ദേശം കിട്ടണ്ടേ. കേരള കോൺഗ്രസ് എമ്മിനെ തിരികെ എത്തിക്കാൻ സമയമായെന്ന് ലീഗ്. UDFനെ ശക്തമാക്കാൻ വിട്ടുവീഴ്ച വേണ്ടിവരുമെന്ന PMA സലാം ന്യൂസ് 18നോട്. ലീഗിന്റെ തുറന്നു പറച്ചിൽ ജോസഫ് വിഭാഗത്തിന്റെ എതിർപ്പിനിടെ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധം കടുപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ്. സെക്രട്ടേറിയറ്റ് മാർച്ച് അല്പസമയത്തിനകം. സുരക്ഷ ശക്തമാക്കി പോലീസ്. UDF ഏകോപന സമിതി യോഗം തിരുവനന്തപുരത്ത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ചയാകും. നിയമസഭാ സമ്മേളനം ഈ മാസം 25 മുതൽ ഫെബ്രുവരി 2-ന് ബജറ്റ് അവതരിപ്പിച്ചേക്കും. നയപ്രഖ്യാപനത്തോടെ സഭാ സമ്മേളനം തുടങ്ങും. സഭ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക്. സന്ദർശനം 2 ദിവസം. കൊച്ചിയിൽ റോഡ് ഷോ. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വേഗത്തിലാക്കി BJP. സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാടിന് സാധ്യത. പ്രഖ്യാപനം അനുമതി ലഭിച്ചാൽ ഉടൻ. കുർബാൻ വിഷയത്തിലടക്കം തീരുമാനമെടുക്കുക പുതിയ നേതൃത്വം. ശിവസേന MLA-മാരുടെ അയോഗ്യതയിൽ തീരുമാനമിന്ന്. സ്പീക്കറുമായി ചർച്ച നടത്തി ഏകനാഥ് ഷിൻഡെ. ജഡ്ജി പ്രതിയെ കണ്ടതുപോലെയെന്ന് ഉദ്ധവ് താക്കറെ. തീരുമാനമെതിരായാൽ കോടതിയെ സമീപിക്കാൻ ഇരുപക്ഷവും. പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ ഒന്നാം പ്രതി പിടിയിൽ. കണ്ണൂരിൽ നിന്നാണ് സവാദ് NIA പിടിയിലായത്. 13 വർഷമായി ഒളിവിലായിരുന്നു സവാദ്. ഇയാളെ ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. ഉദ്യോഗസ്ഥരുടെ വിജയമാണെന്നും എന്നാൽ ആസൂത്രണം ചെയ്തവർ ഇപ്പോഴും കാണാമറയത്താണെന്നും TJ ജോസഫ് ന്യൂസ് 18നോട് പ്രതികരിച്ചു. എന്റെ കൈവെട്ടാനോ എന്നെ ആക്രമിച്ച് കൊല്ലാനോ ഒക്കെ തീരുമാനമെടുത്ത ഒരു ബുദ്ധി, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ, ഇവരുടെയൊക്കെ യജമാനന്മാർ ഒരിക്കലും ഈ കേസിന്റെ മുന്നിലേക്ക് വരുന്നില്ല. അങ്ങോട്ടേക്കൊന്നും കേസിന്റെ അന്വേഷണം എത്തിയിട്ടില്ല. അങ്ങനെ എത്താൻ മാത്രം നമ്മുടെ രാജ്യത്തിന്റെ നിയമ സംവിധാനമോ ജനാധിപത്യ രീതികളോ വളർന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോഴും മതങ്ങൾക്കും അതുപോലെ തന്നെ മതശക്തികൾക്കുമൊക്കെ സ്വാധീനമുള്ള ഒരു നിയമ സംവിധാനങ്ങളൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നിലകൊള്ളുന്നത്. എങ്കിലും ഒരു പൗരന്ന നിലയിൽ ഇവിടെ കുറെയെങ്കിലും നീതി നടപ്പാകുന്നു അല്ലെങ്കിൽ നിയമം നടപ്പാകുന്നു എന്ന് അറിയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ഈ കേസിന്റെ യഥാർത്ഥ പ്രതികൾ, ശരിയായിട്ടുള്ള കൾപ്രിറ്റുകൾ ഈ കേസിന്റെ മുഖ്യധാരയിൽ വരാതെ എന്നോ ഒളിവിലിരിക്കുകയാണ്. സവാദിനെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. കാരണം അദ്ദേഹം ആക്രമിക്കുന്നത് എൻ്റെ മനസ്സിലിപ്പോഴും മായാതെ നിൽക്കുന്നുണ്ട്. അന്ന് എന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ പോലീസ് കാണിച്ച ഒരു ഉത്സാഹം ഈ കേസിലെ പ്രതികളെ പിടിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഈ പ്രതി 13 വർഷക്കാലം എങ്ങനെ ഒളിവിൽ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചും അത്ഭുതകരമായ ഒരു കാര്യമൊന്നുമല്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി പോളും സുവി വിശ്വനാഥനും ചേരും. ആദ്യം ഡാനിയിലേക്ക് പോവുകയാണ്. ഡാനി, 13 വർഷത്തിന് ശേഷമാണ് പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടി മാറ്റിയ കേസിലെ പ്രതിയെ ഇപ്പോൾ പിടിച്ചിരിക്കുന്നതും. മുഖ്യപ്രതിയെ ഇതുവരെ പിടിച്ചിരുന്നില്ല. 13 വർഷത്തിന് ശേഷം NIA നീക്കം എങ്ങനെയായിരുന്നു?
രഞ്ജിനി, ഇനി ഇത്ര കാലം തന്നെയും ഇയാൾക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം തുടരുന്നു. കാരണം ആദ്യ 2 ഘട്ട വിചാരണകൾ കഴിഞ്ഞു. പ്രതികൾക്ക് കുറ്റം കോടതി വിധിക്കുകയും ചെയ്തു. പക്ഷേ എങ്കിലും 1-ാം പ്രതി മാറ്റിയ പ്രതി ഇയാൾ എവിടെയെന്നുള്ളൊരു ചോദ്യം ബാക്കിയായിരുന്നു. അതിനുശേഷം ഇയാളെ കണ്ടെത്താനുള്ള സാധ്യത വളരെ വിരളമാണ് എന്ന രീതിയിലേക്ക് വിലയിരുത്തലുകൾ വന്നു. എങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അറസ്റ്റോടെ വെളിവാകുന്നത്. ഇയാൾ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഇന്ന് രാവിലെ തന്നെ പുലർച്ചെയോടെ അറസ്റ്റിലായിരിക്കുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത്, നേരത്തെ ഇയാൾ പല രാജ്യങ്ങളിലായിട്ട് ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. പല രാജ്യങ്ങളിലായിട്ട് ഇയാൾ ഒളിവ് ജീവിതം നയിക്കുന്നു അടക്കമുള്ള ഒരു കാര്യങ്ങൾ വന്നിരുന്നു. ഇത് സംബന്ധിച്ച് ഒരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം എവിടെ നിന്നും വന്നിരുന്നില്ല. എങ്കിലും ഇയാൾ പലയിടങ്ങളിലായിട്ട് തന്നെയാണ് കഴിഞ്ഞിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്ത് വന്നിരുന്നു. ഇതിനടക്കം പലരുടെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ ഉണ്ടായിരുന്നു എന്നതും സ്ഥിരീകരിച്ചിരുന്നു. ഈ കൃത്യം നടത്തുന്നതിന് പോലും വിദേശത്തുനിന്ന് പോലും ഫണ്ട് എത്തിയിരുന്നു എന്നതടക്കമുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇയാൾക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം തുടരുന്നതിനിടെയാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഇയാളെ പിടിയിലായിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം കൊച്ചിയിലേക്ക് NIA ഓഫീസിലേക്ക് എത്തിക്കുകയും അതിനുശേഷം വൈകിട്ടോടുകൂടി NIAയുടെ പ്രത്യേക കോടതിയിൽ ഇയാളെ ഹാജരാക്കുകയും ചെയ്യും. നിരവധിയായ ചോദ്യങ്ങൾ ഇയാളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്രയും കാലം ഒളിഞ്ഞ് ജീവിക്കാൻ വേണ്ടിയുള്ളൊരു സഹായം നൽകി അത് ആരെല്ലാമാണ് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. കണ്ണൂരിലേക്ക് എന്നെത്തി ഏതാണ്ട് 1 വർഷത്തിലധികമായി കണ്ണൂരിലുണ്ടായിരുന്നു എന്നതടക്കമുള്ള ഒരു വാർത്തകൾ പുറത്തു വരുന്നു. അതിനു മുൻപ് ഇയാൾ എവിടെയായിരുന്നു, രാജ്യത്തിനകത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ രീതിയിലുള്ള ഒരു സ്ഥിരീകരണം അടക്കം ലഭിക്കേണ്ടതുണ്ട്. ഇതിന് ആരെല്ലാം സഹായം നൽകി എന്നതടക്കമുള്ള ഗുരുതരമായ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നപ്പോൾ അതിനെല്ലാം 3-ാം ഘട്ട വിചാരണയിലേക്ക് ഈ കേസ് കടക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി അതിൽ ഉയർന്നു വരുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുന്ന ഇയാളെ NIA കസ്റ്റഡിയിൽ തന്നെ ആവശ്യപ്പെടും. വിശദമായ ചോദ്യം ചെയ്യലുകളിലേക്ക് അടക്കം പോകേണ്ടതുണ്ട്. 3-ാം ഘട്ട വിചാരണയിലേക്ക് അടക്കം നീങ്ങുന്നതിന് മുമ്പ് വിശദമായ ഒരു പരിശോധന ഈ കാര്യങ്ങളിൽ അടക്കമുണ്ടാകും. എന്തായാലും കൈവെട്ട് കേസിലെ മുഖ്യപ്രതിയെയാണ് ഇപ്പോൾ NIA അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡാനി പോളാണ് വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. സുവി വിശ്വനാഥൻ കൂടി ചേർന്നുണ്ട്. സുവി, 13 വർഷത്തിന് ശേഷമാണ് 1-ാം പ്രതി പിടിയിലാകുന്നത്. 2 ഘട്ട വിചാരണയിലും 1-ാം പ്രതി ഇല്ലാതെയായിരുന്നു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിരുന്നത്. ഇപ്പോൾ 13 വർഷത്തിന് ശേഷം പ്രതി പിടിയിലാകുമ്പോൾ NIAയുടെ വിലയിരുത്തലുകൾ എങ്ങനെയാണ് കൂടുതൽ പ്രതികരണങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നത്? രഞ്ജിനി, മതനിന്ദ ആരോപിച്ച് അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ 13 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു വഴിത്തിരിവ് കൂടി ഉണ്ടായിരിക്കുന്നത്. മുഖ്യപ്രതിയായ സവാദ് TJ ജോസഫിന്റെ മഴു ഉപയോഗിച്ച് കൈവെട്ടിയ 1-ാം പ്രതിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇയാളെ കണ്ണൂരിലെ മട്ടന്നൂർ ബത്തേരിയിൽ വെച്ചാണ് അന്വേഷണ സംഘം പിടികൂടിയിരിക്കുന്നത്. ലോക്കൽ പോലീസിന്റെ സഹായമില്ലാതെ ദേശീയ അന്വേഷണ ഏജൻസിക്ക് തന്നെ ഇയാളെ പിടികൂടാൻ കഴിഞ്ഞു എന്നത് NIAക്ക് നേട്ടമായി പറയാം. പക്ഷേ എങ്കിൽ കൂടിയും ഈ 13 വർഷക്കാലം എന്തുകൊണ്ട് ഇയാളെ പിടികൂടിയില്ല എന്നൊരു ചോദ്യത്തിന് NIA ഉത്തരം പറയേണ്ടി വരും. വിവിധ ഇടങ്ങളിൽ ഇന്ത്യയുടെ ചാരസംഘടനയായ റോ ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ പരിശോധനകൾ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇയാൾ വിദേശത്തേക്ക് കടന്നു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നത്. 2010 ജൂലൈയിലാണ് TJ ജോസഫിന്റെ കൈ വെട്ടുന്നത്. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ മലയാളം അധ്യാപകനായ TJ ജോസഫ് ചോദ്യപേപ്പറിൽ പ്രവാചകനെ നിന്ദിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് ഒരു പറ്റം ആളുകൾ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിനെ ആക്രമിക്കാൻ വരുന്നു. അന്ന് നടക്കാതെ പോകുന്നു. പിന്നീട് 2-ാം തവണ വരുന്നു. അതൊരു ഞായറാഴ്ച ദിവസമായിരുന്നു. പള്ളിയിൽ പോകാൻ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ വന്ന് ആക്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ 2 കൈകളും വെട്ടുകയും ചെയ്തത്. അതിനുശേഷം ആലുവയിൽ നിന്ന് ബംഗളൂരുവിലേക്കാണ് ഈ സവാദ് പോയത് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഏറ്റവും കൂടുതൽ TJ ജോസഫിനെ മുറിവേൽപ്പിച്ചിരിക്കുന്നത് ഈ സവാദാണ്. സവാദ് മഴു ഉപയോഗിച്ചാണ് വെട്ടിയിരിക്കുന്നത്. ഈ മഴു ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിനുശേഷം ക്രൈംബ്രാഞ്ചാണ് ഇയാൾ ഈ ബംഗളൂരുവിലേക്ക് പോയി എന്ന് കണ്ടെത്തിയിരുന്നത്. അതിനുശേഷം പിന്നീട് ഒരു തുമ്പുണ്ടാക്കാൻ, സവാദിനെ കുറിച്ച് ഒരു തുമ്പുണ്ടാക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇയാൾ മറ്റ് കൂട്ടാളികളുമായി ഒന്നും ബന്ധപ്പെട്ടിരുന്നില്ല എന്നാണ് അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ പറയുന്നത്. ഇപ്പോൾ 39 വയസ്സുണ്ട്. അന്ന് ഈ കൃത്യം സംഭവിക്കുമ്പോൾ 23 വയസ്സുകാരനായിരുന്നു. അതുതന്നെയായിരുന്നു ഈ കേസിൽ എല്ലാവരും എടുത്തു പറഞ്ഞിരുന്ന ഒരു കാര്യം. ഏറ്റവും ചെറിയ പ്രായത്തിലുള്ളവരായിരുന്നു ഇത്രയും വലിയ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസ് എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ പങ്ക്
ഉണ്ട് എന്നാരോപിക്കപ്പെടുന്ന ആദ്യ കേസുകളിൽ ഒന്നായി കൂടെ വിലയിരുത്തപ്പെടുന്ന ഒരു കേസാണ്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് പോപ്പുലർ ഫ്രണ്ട് രാജ്യത്ത് നിരോധിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഞെട്ടലുണ്ടാക്കിയ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയെ, മുഖ്യ ആസൂത്രകനെ നേരത്തെ പിടികൂടിയെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിയെ പിടികൂടുന്നത് 13 വർഷങ്ങൾക്ക് ശേഷമാണ്. ഇയാളെ ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. തീർച്ചയായും അന്വേഷണ സംഘം ഇയാളുടെ കസ്റ്റഡി ആവശ്യപ്പെടാനുള്ള ഒരു സാധ്യതയാണുള്ളത്. എവിടെയെല്ലാമാണ് ഈ സവാദ് ഒളിവിൽ കഴിഞ്ഞത്? ആരെങ്കിലും ഇതിന് സഹായങ്ങൾ നൽകിയിരുന്നു? ഏതെങ്കിലും സംഘടനയുടെ പിൻബലം ഇതിന് ഉണ്ടായിരുന്നു? ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ പലയിടങ്ങളിലും ഉണ്ട് എന്നാണ് അന്വേഷണ സംഘം, ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടെ പറയുന്നത്. പലയിടങ്ങളിലും റെയ്ഡുകൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു സംഘടനയുടെ പിൻബലം ഉണ്ടോ എന്നൊരു ചോദ്യവും അവശേഷിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ അന്വേഷണ ഏജൻസിക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് സാധ്യത. ആശാരിപ്പണി എടുക്കുകയായിരുന്നു സവാദ് എന്നാണ് പറയുന്നത്. ഇയാൾ നേരത്തെ നേപ്പാൾ, മലേഷ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഒളിവിൽ പാർത്തു എന്നാണ് പറയുന്നത്. മുഖ്യ ആസൂത്രകനായ നാസറിനെ അന്വേഷണ സംഘം പിടികൂടിയ സാഹചര്യത്തിൽ ഈ നാസറിന്റെ മൊഴിയിൽ നിന്നാണ് സവാദ് നേപ്പാളിലേക്കും മലേഷ്യയിലേക്കും പോയി എന്നൊരു വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നത്. ദുബായിൽ ഇയാൾ ഉണ്ടായിരുന്നു എന്നും പറയുന്നത്. നിരവധി തവണ ഇയാൾക്ക് വേണ്ടി അന്വേഷണ സംഘം ലുക്കൌട്ട് നോട്ടീസുകൾ പുറപ്പെടുവിച്ചിരുന്നു. ഒപ്പം തന്നെ 10 ലക്ഷത്തോളം രൂപ ഇനാമും പ്രഖ്യാപിച്ചിരുന്നു. എന്നിട്ടൊന്നും തന്നെ ഈ പ്രതിയെ കണ്ടെത്താൻ സാധിച്ചില്ല. ഒടുവിൽ ഇപ്പോൾ അതാണ് സാഹചര്യം. ഒടുവിൽ 13 വർഷത്തിന് ശേഷം NIA പ്രതിയെ കണ്ണൂരിൽ നിന്നും പിടികൂടുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കൈവെട്ട് കേസിലെ മുഖ്യപ്രതി സവാദിന്റെ അറസ്റ്റിന് പിന്നാലെ LDF-നും UDF-നുമെതിരെ ആരോപണവുമായി മുൻ DGP TP സെൻകുമാർ. മുഖ്യപ്രതിക്ക് ഇവരുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് ആവശ്യം. സവാദിന്റെ അറസ്റ്റോടെ കേസിലെ സൂത്രധാരന്മാരിലേക്ക് എത്തുക കഴിയുമെന്നും TP സെൻകുമാർ പറഞ്ഞു. NIAക്ക് അഭിനന്ദനങ്ങൾ. കാരണം 13 വർഷം കഴിഞ്ഞെങ്കിലും ഇതിന് വളരെ വേരുകളുള്ള കേരളത്തിൽ നിന്ന് തന്നെ ഇയാളെ കണ്ടെത്തിയല്ലോ. അതുകൊണ്ട് ഇയാളിൽ നിന്ന് ഇതിന്റെ ഗൂഢാലോചനക്കാരെ അറിയണം, അവരും കൂടി പിടികൂടണം. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ബാക്കിയുള്ളത്. ഇയാളുടെ കൂടെ പ്രതിയായ പലരും ഇലക്ഷനിൽ നിന്ന് ജയിച്ചു എന്നുള്ള പെരുമ്പാവൂരിലുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നാം പ്രതിക്ക് അതിലും ഏറ്റവും കൂടുതൽ സ്വാധീനം അയാൾക്കായിരിക്കുമല്ലോ. ഇത്തരം കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ചെറിയ വിഭാഗമല്ല, സാമാന്യം വലിയ വിഭാഗം തന്നെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതല്ലാതെ തീരെ ചെറിയ വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു വിഭാഗമല്ല ഇത്തരം പ്രവർത്തനങ്ങളെ നല്ലതായിട്ട് കാണുന്നത്. മാത്രമല്ല പലർക്കും ഇത് മനസ്സിൽ സന്തോഷമാണ്. ഇങ്ങനെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ സംഭവം നടക്കുന്നത് പലർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും എക്സിക്യൂട്ട് ചെയ്യുന്നവർ മാത്രമായിട്ട് ചെയ്യുന്നതല്ല. ഇത് പ്ലാൻ ചെയ്ത് കൊടുക്കാനും ഇവരെ എങ്ങനെ ചെയ്യണം, അവിടെ എത്തിക്കണം, എങ്ങനെ ഏത് സമയത്ത് ചെയ്യണം, അതുപോലെ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇതൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ടാകും. അത് ഏതായാലും ഇയാൾക്ക് കൃത്യമായിട്ട് അറിയാമായിരിക്കും. അത് മാത്രമല്ല കഴിഞ്ഞ 13 വർഷം ഇയാളെ എവിടെയെല്ലാം ഒളിപ്പിച്ചു, എന്തെല്ലാം സഹായങ്ങൾ കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇയാളെ പിടിച്ചിരിക്കുന്ന സ്ഥലവും മോശമൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ളവർക്കൊക്കെ ഉത്തരവാദിത്വം ഉണ്ടാകും. അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടി അറിയുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇതിന്റെ കുറച്ച് പേരുകൾ കണ്ടെത്താനായിട്ട് സാധിക്കും. പക്ഷെ ഒരാളിങ്ങനെ പുറത്തുനിന്ന് വന്ന് താമസിക്കുമ്പോൾ, പ്രത്യേകിച്ചും കണ്ണൂർ പോലെയുള്ള ജില്ലയിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുകയും അത് ആരാണെന്ന് മുഖ്യധാര രാഷ്ട്രീയക്കാരൊക്കെ വെരിഫൈ ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പൊ അതില്ലാത്ത വിധത്തില് അയാളെ ഗോപ്യമായിട്ട് താമസിപ്പിക്കാനും അയാൾക്ക് ഉപജീവനത്തിനുള്ള ജോലിയൊക്കെ ചെയ്യാനും എല്ലാം സാധിച്ചു എന്നുള്ളതാണ് അവസ്ഥ. ഒളിവിൽ കഴിയാൻ ആരെങ്കിലും സഹായിച്ചോ എന്നതിൽ വിശദമായ അന്വേഷണം വേണമെന്ന മുൻ NIA ഉദ്യോഗസ്ഥൻ TK രാജ്മോഹൻ ആവശ്യപ്പെട്ടു. കൈവെട്ട് കേസിലെ അക്യൂസ് സവാദ് എന്ന് പറയുന്ന ഒരു മെയിൻ അക്യൂസ്ഡ് ആണ്. അങ്ങേര് 13 വർഷക്കാലം അന്വേഷണ ഏജൻസിയെയും ബാക്കി ഇന്റലിജൻസ് ഏജൻസിയും, സംസ്ഥാന ഇന്റലിജൻസ് ഏജൻസിയും സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയും NIA മറ്റ് ഏജൻസികളൊക്കെ കണ്ണുപൊട്ടിച്ചുകൊണ്ട് അയാൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ കഴിയാൻ പറ്റി എന്നുള്ളത് വളരെ വളരെ ആശങ്കയുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അത് നമ്മുടെ സർക്കാരും സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും എല്ലാവരും പൊതുസമൂഹം കൂടെ അന്വേഷിക്കേണ്ട കാര്യമാണ്. കാരണം ഇത്തരത്തിലുള്ള ഹീനമായ പ്രവൃത്തി ചെയ്ത ഒരാൾക്ക് മട്ടന്നൂർ പോലെയുള്ള നമ്മുടെ നാട്ടിൽ തന്നെ അയാൾക്ക് അവിടെ കഴിവിടാൻ പറ്റിയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും. അപ്പൊ ആ ഭാഗം അന്വേഷിച്ചു കഴിഞ്ഞാൽ
തീർച്ചയായിട്ടും ഇയാൾ ആരാണ് സപ്പോർട്ട് ചെയ്തത്, എങ്ങനെയാണ് അയാൾ കഴിഞ്ഞുകൂടിയത്, അത് നേരത്തെ പറഞ്ഞത് പൊതുസമൂഹവുമായി ഒരു ബന്ധവുമില്ലാതെ എങ്ങനെയാണ് അയാൾ കഴിഞ്ഞുകൂടിയത്, അയാൾ ആര് സഹായിച്ചു, ഈ കാര്യങ്ങളൊക്കെ, പിന്നെ അയാളുടെ ബാക്കപ്പ് എന്താണ്, ഫൈനാൻസ് എവിടെയാണ്, ഈ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ചില സമയങ്ങളിൽ പുതിയ ഇൻഫർമേഷൻസ് പലതും അന്വേഷണ ഏജൻസിക്ക് ലഭിക്കും. അതുകൂടി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഈ വേര് ഊന്നിയിരിക്കുന്ന ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നും, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പുതിയ പല ഇൻഫർമേഷൻ കിട്ടുമെങ്കിൽ അതുകൂടി അന്വേഷിക്കാൻ സഹായകമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കേസിന് പിന്നിൽ ബുദ്ധികേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ അവരിലേക്കും പോകേണ്ടതാണെന്ന് ഫാദർ പോൾ തേലക്കാട് പറഞ്ഞു. പോലീസിന്റെ ഒരു ഉത്തരവാദിത്ത രാഹിത്യമാണ് എന്ന് പറയാതിരിക്കാനാവില്ല. അതായത് നിയമത്തിന്റെ കണ്ണ് ബോധപൂർവം അടച്ചതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള ഉത്തരവാദിത്ത രാഹിത്യം ഇങ്ങനെ ഗൗരവമായ കേസിൽ പോലും ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തും ഇവിടെ രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു നിയമത്തിന്റെയും പോലീസിന്റെയും അന്തരീക്ഷം ഉണ്ടാക്കുന്നത് ആർക്കും ഉപകാരപ്രദമല്ല. അത് രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനും നീതിയുടെയും നിയമത്തിന്റെ നടപ്പിലാക്കലിനും ഒക്കെ ഗൗരവമായ പ്രതിസന്ധിയായി മാറുന്നതാണ്. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകാൻ ഇടയാകുന്നതാണ് തികച്ച അപകടകരമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനാകൂ. ഇപ്പൊ ഇങ്ങനെ ഒരു വീണ്ടും പിടിക്കപ്പെട്ടിരിക്കുന്നുള്ളത് പുതിയ സത്യസന്ധമായ അന്വേഷണത്തിന് വഴിതെളിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അതായത് ഇതിന്റെ പിറകിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ബുദ്ധികേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് അന്വേഷണം പോകാനുള്ള പോകേണ്ടതാണ്. അങ്ങനെ പോകുമെന്നാണ് എന്റെ പ്രത്യാശ. ഇടവേള. അൽ മുക്താദിർ ജ്വല്ലറിയുടെ കേരള കോൺഗ്രസിനെ UDFിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള സമയമായെന്ന് മുസ്ലിം ലീഗ്. കേരള കോൺഗ്രസ് മടങ്ങിവരാൻ തയ്യാറാണോ എന്ന സൂചന കിട്ടിയാൽ ഉടൻ ചർച്ച തുടങ്ങണമെന്നാണ് ലീഗ് നിലപാട്. മുന്നണി വിപുലീകരണത്തിനായുള്ള വിട്ടുവീഴ്ചയ്ക്ക് UDF ഘടകകക്ഷികൾ തയ്യാറാകണമെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായി സംസാരിക്കുകയായിരുന്നു PMA സലാം. ജോസഫ് വിഭാഗത്തിന്റെ എതിർപ്പിനിടെയാണ് ലീഗ് നിലപാട് വ്യക്തമാക്കുന്നത്. കേരള കോൺഗ്രസ് മാണിയെ UDFിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് എന്ത് തടസ്സമാണ് ഉള്ളത്? അല്ല, അത് നമ്മളല്ലല്ലോ, അവർ വരാനും തയ്യാറാകണ്ടേ. അവർ വരാൻ തയ്യാറാകാതെ ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് കാര്യമുണ്ടോ? അവരെന്തുകൊണ്ടാണ് പോയത്? അവരുടെ ശ്രീ മാണിയെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കിയ അപവാദങ്ങൾ, കള്ളക്കേസുകൾ, ഇതൊക്കെയില്ലേ ധാരാളം. ആ കുടുംബത്തെക്കുറിച്ച്, പിന്നെ വോട്ടെണ്ണുന്ന മെഷീനെക്കുറിച്ച് ഇത്രയും അപവാദം കേരളത്തിൻ്റെ ഒരു മന്ത്രിയെക്കുറിച്ച് ആരെങ്കിലും എക്കാലത്തെയും പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടോ? ആ ആളുകൾ ഇപ്പോഴും ആ പാർട്ടിയോട് ഇടതുപക്ഷ മുന്നണിയിലെ നേതാക്കന്മാർ, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കാണിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ലേ? ഒരു MP ജനപ്രതിനിധിയായിട്ട് പോലും കേൾക്കേണ്ടി വരുന്ന അവഹേളനങ്ങളും അപഹാസങ്ങളും നമ്മൾ കാണുന്നില്ലേ? വല്യേട്ടൻ മനോഭാവം. നേരെ മറിച്ച് UDFിൽ അതില്ലല്ലോ. കേരള കോൺഗ്രസ് മാണിയുമായിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. KM മാണിയും PK കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള അടുപ്പം അത് കേരള രാഷ്ട്രീയത്തിൽ അറിയാവുന്ന കാര്യമാണ്. അത്രമാത്രം പ്രബലരായിരുന്നു ആ രണ്ടുപേരും. പക്ഷേ ഇപ്പോൾ UDFിൽ നിന്ന് ഒരു ശ്രമവും കേരള കോൺഗ്രസ് മാണിയെ തിരികെ കൊണ്ടുവരുവാൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ട് മുസ്ലിം ലീഗ് അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നില്ല എന്ന ചോദ്യം ഉയരും. മുസ്ലിം ലീഗിന് താല്പര്യമില്ല ഒരു പാർട്ടി വരുന്നത്? അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാണി കേരള കോൺഗ്രസ്സിന് UDFിലേക്ക് തിരിച്ചു വരണം എന്നൊരു താല്പര്യം ഉണ്ടാകുക. രണ്ട്, UDF അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അവരുമായി സംസാരിക്കാനോ അവരെ സ്വീകരിക്കാനോ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. ഇത് രണ്ടുണ്ടാണല്ലോ. അത് ആദ്യം ഉണ്ടാകുന്നത് മാണി കേരള കോൺഗ്രസ് ഞങ്ങൾ LDF വിടാൻ തയ്യാറാണ് എന്നുള്ളൊരു സന്ദേശം കിട്ടണ്ടേ. അത് കിട്ടാതെ നമ്മൾ അപ്പുറത്തുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അത് ഇവിടെ എന്തെങ്കിലും അങ്ങനെ വേണ്ട, തൽക്കാലം അവരവിടെ നിന്നാൽ മതി, ഞങ്ങൾക്കിവിടെ മുന്നണി സംവിധാനവുമായിട്ട് മുന്നോട്ട് പോകാൻ അറിയാം എന്ന രീതിയിലാണ് UDFിൻ്റെ സമീപനം. അങ്ങനെയല്ല, പക്ഷെ അവരില്ലെങ്കിലും UDF നിലനിൽക്കണ്ടേ. മാണി കേരള കോൺഗ്രസ് വന്നില്ലെങ്കിലും UDFിന് സംഘടനാ സംവിധാനവും മുന്നണി സംവിധാനവും നിലനിൽക്കണം, തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കണം, വിജയിക്കണം, ഇതൊക്കെയുണ്ട്. അത് വന്നാൽ ഒരാൾ കൂടിയാൽ അത്രയും നല്ലത്. എത്ര എണ്ണാന്നിപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അതാരായിരുന്നാലും UDFിൻ്റെ ആശയങ്ങളുമായി സഹകരി നേരത്തെ ഇതിലുണ്ടായിരുന്ന ആളുകളൊക്കെ വന്നാൽ UDFിനെ സംബന്ധിച്ചോളം നല്ലതാണ്. ഇപ്പോൾ ഒരു മുന്നണിയിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ അത് മറ്റേ മുന്നണി സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണല്ലോ കേരള കോൺഗ്രസ് മാണിയെ LDFിലേക്ക് കൊണ്ടുവന്നതും.
എം മാണിയുടെ ഓരോ നീക്കങ്ങളും കൃത്യമായിട്ട് LDF വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് UDF-ൽ നിന്ന് എത്രമാത്രം അവഗണന വരുന്നുണ്ട് എന്ന കാര്യം അവിടെ കൃത്യമായി നിരീക്ഷിക്കപ്പെടുകയുണ്ടായി. ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം UDF-നാണ് ഉണ്ടായിരിക്കുന്നത്. LDF-ൽ കേരള കോൺഗ്രസ് തൃപ്തരാണ് എന്ന കാര്യത്തിൽ 100% ഉറപ്പ് പറയാൻ ഇപ്പോൾ പറ്റുകയില്ലല്ലോ, സമീപകാലത്തെ പല സംഭവങ്ങളും വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അന്ന് LDF കാണിച്ച ആ ഒരു തന്ത്രപരമായ ഒരു സമീപനം അത് UDF-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടോ ഇല്ലയോ എന്നാണ് ഞാനത് ആത്യന്തികമായി ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ ആ സമീപനം തന്ത്രപരമായതുകൊണ്ട് അതിന് മറുപടി പറയാൻ കഴിയില്ല. അപ്പോൾ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട് എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. തന്ത്രപരമായ സമീപനങ്ങളായതുകൊണ്ട് അത് പരസ്യപ്പെടുത്തുന്നത് അപകടകരമായി. കോൺഗ്രസിന് അങ്ങനെ ഒരു താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് മുസ്ലിം ലീഗ് അന്വേഷിച്ചിട്ടുണ്ടോ? അല്ല, UDF-ൽ ഇക്കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അപ്പോഴല്ലേ അറിയുള്ളൂ. അല്ല, ഇത് UDF-ൽ ചർച്ച വേണ്ടല്ലോ. ഇത് പരസ്പരം നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയത്തിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയം പുറത്തു പറയാവുന്നതല്ലല്ലോ. UDF-ന്റെ തീരുമാനമല്ല നമുക്ക് പുറത്തു പറയാൻ പറ്റൂ. ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അവരുടെ ഒരു എതിർപ്പ് ഇക്കാര്യത്തിലുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അവരും പലതവണ പറയുന്നുണ്ട്, അവർ ചർച്ചകളിലുമൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ മതി UDF സംവിധാനത്തിൽ, മറ്റേ കേരള കോൺഗ്രസ് അത് അവർ പോയതല്ലേ, അവരങ്ങനെ തന്നെ നിന്നോട്ടെ എന്നുള്ളത്. ആ ഒരു എതിർപ്പ് പ്രശ്നമാകുന്നുണ്ടെന്നാൽ അല്ല, അങ്ങനെയല്ല. ഈ കാര്യം UDF ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്യുമ്പോഴാണ് അതിലൊരു തീരുമാനം ഉണ്ടാകുക. അതിലേക്കുള്ള ചർച്ചകൾ പോകേണ്ട സമയമായിട്ടുണ്ട്. ചർച്ച വരുമോ എന്നുള്ള അജണ്ട കണ്ടിട്ടില്ല. ഏതായിരുന്നാലും പിന്നെ എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും UDF ചർച്ച ചെയ്യും. അതെന്താണ് അങ്ങനെ ചർച്ച വേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടെന്ന് താങ്കൾ പറയുന്നത്? പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അതിനുള്ള സജ്ജീകരണങ്ങൾ തുടങ്ങണം. അതുകൊണ്ട് മുന്നണി സംവിധാനം വിപുലപ്പെടുത്തുവാനും ശ്രമിക്കണം. മുന്നണി സംവിധാനം വിപുലപ്പെടുത്തണമെന്ന് നേരത്തെയുള്ള തീരുമാനമാണ്. ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. സീറ്റ് ചർച്ച തുടങ്ങിയിട്ടില്ല. മുസ്ലിം ലീഗിന് 2-ൽ കൂടുതൽ ഒരു മണ്ഡലം, അത് താല്പര്യമുണ്ടോ ഇപ്പോൾ? താല്പര്യത്തിന് എന്താ കുറവ്? എന്തുകൊണ്ട് താല്പര്യപ്പെട്ടുകൂടാ? ഞങ്ങൾ തീരുമാനിക്കുകയോ ചോദിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെ ചർച്ചയുടെ ഘട്ടം വരുമ്പോൾ പാർട്ടി തീരുമാനിച്ച് പറയും. UDF-ലാണ് പറയാം. അല്ല, ഞാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചത് ഇപ്പോഴത്തെ ഈ സംവിധാനത്തിൽ മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്? അതിനപ്പുറം ഒരു സീറ്റ് മറ്റൊരു പാർട്ടിയിൽ നിന്ന് മേടിച്ചെടുക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. നേരത്തെ ഞങ്ങൾ 3 സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയിരുന്ന കാലഘട്ട സമയമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ സർവ്വസമ്മതനെ നിർത്തുന്നു എന്നുള്ള നിലപാടായിരുന്നു ഞങ്ങൾ എടുത്ത തീരുമാനമാണ്. പക്ഷെ അതല്ലാതെ മുസ്ലിം ലീഗിനായിട്ട് ഒരു സീറ്റ് കൂടി വേണം എന്ന് പറയുമ്പോൾ അത് അങ്ങോട്ട് ആവശ്യപ്പെടുവാൻ ഉതകുന്ന ഒരു സാഹചര്യം വേണമല്ലോ. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനെ ദുർബലമാക്കിക്കൊണ്ട് വേണം അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാൻ. വേണ്ട, കോൺഗ്രസിനെ ദുർബലമാക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ വിട്ടുവീഴ്ച വേണ്ടി വരും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന്. ഇതെല്ലാ പാർട്ടികളും വിട്ടുവീഴ്ച ചെയ്യേണ്ട ഒരു മുന്നണി സംവിധാനമാകുമ്പോൾ വിട്ടുവീഴ്ചകൾ നിർബന്ധമല്ലേ എല്ലാവരും. അല്ല, ഈ 2 സീറ്റ് എന്ന് പറയുമ്പോൾ ലീഗിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റായി കണക്കാക്കുന്ന 2 സീറ്റാണ്. ചുരുക്കം ചില സാഹചര്യത്തിൽ മാത്രമേ അതിൽ മാറ്റം വന്നിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ ആ 2 ഫിക്സഡ് ഡെപ്പോസിറ്റ് സീറ്റുകൾ അതിൽ തൃപ്തിപ്പെടേണ്ടതല്ലേ മുസ്ലിം ലീഗ്? അതിനപ്പുറം എന്തിനാണ് ഒരു മൂന്നാമതൊരു സീറ്റിന് വേണ്ടി ആഗ്രഹിക്കുന്നത്? അല്ല, മൂന്നാമതൊരു സീറ്റ് എന്നുള്ള ചിന്ത മുസ്ലിം ലീഗ് രൂപപ്പെടുത്തിയിട്ടില്ല, ആലോചിച്ചിട്ടില്ല. ഞങ്ങൾ അതിൻ്റെ ഘട്ടം വരുമ്പോൾ അതിനെക്കുറിച്ച് പാർട്ടിയിൽ ഒരു തീരുമാനം എടുക്കും. ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പാർട്ടി യോഗത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വിശദമായ ചർച്ച ഉണ്ടായിട്ടുണ്ട്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു മനസ്സിലൊക്കെ ഒരു രൂപമുണ്ട്. UDF സംവിധാനത്തിൽ ഉഭയകക്ഷി ചർച്ചകൾ നടക്കുമ്പോൾ ഞങ്ങളത് അവതരിപ്പിക്കും. ഏതായിരുന്നാലും അതിൻ്റെ പേരിൽ ബഹളമോ കോലാഹലോ തെറ്റിദ്ധാരണയോ തെറ്റിപ്പോകലോ ഒന്നും ഉണ്ടാവില്ല. സമവായത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. 2ആവാം 3ആവാം 4ആവാം ഇത്രയാവാം. അത് പതിവ് പോലെ ചോദിക്കുന്നു, ശരി, ഇല്ല, മതി, ഓക്കെ, അതായിരിക്കും. പതിവ് പോലെയല്ല. ചോദിച്ച സമയത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇല്ല, മൂന്നാമത്തെ കഴിഞ്ഞ തവണയൊക്കെ ഞങ്ങൾക്ക് സീറ്റ് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ വാങ്ങാതിരുന്നതാണ്. അതിന് മുമ്പ് ഞങ്ങൾ വടകര വാങ്ങിയിരുന്നു. ഞങ്ങൾ സ്വീകാര്യനായ സ്വതന്ത്രനെ നിർത്തി, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ചോദിക്കണോ വേണ്ടയോ എന്നുള്ള പാർട്ടി തീരുമാനിക്കും. അത് എല്ലാ സാമൂഹ്യ സാഹചര്യങ്ങളും പരിശോധിച്ചിട്ട് തന്നെ ആയിരിക്കും. ഈ വടകര താല്പര്യപ്പെടുന്ന ഒരു സീറ്റാണ് അല്ലേ? കേരളത്തിലെ എല്ലാ സീറ്റിനും ഞങ്ങൾക്ക് താല്പര്യമുള്ളത്. അല്ല, അങ്ങനെയല്ലല്ലോ. മുസ്ലിം ലീഗിന് അങ്ങനെ മത്സരിക്കാൻ എല്ലാ സീറ്റിലൊന്നും സാധിക്കും. എന്താ സാധിക്കാത്തത്? അല്ല, അങ്ങനെയല്ലല്ലോ. സ്വാധീനമുള്ള സ്ഥലത്തല്ലാതെ മുന്നണി സംവിധാനമാകുമ്പോൾ മുസ്ലിം ലീഗിന്റെ മാത്രം വോട്ടല്ലല്ലോ. കോൺഗ്രസിന് ജയിക്കാവുന്ന ഒരു സീറ്റ് മുന്നണി സംവിധാനത്തിൽ മുസ്ലിം ലീഗിനും ജയിക്കാൻ കഴിയണം, കേരള കോൺഗ്രസിനും ജയിക്കാൻ കഴിയണം, RSPക്കും ജയിക്കാൻ കഴിയണം. അതാണല്ലോ മുന്നണി. ചോദിക്കുമ്പോൾ അതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വടകരയ്ക്ക് അപ്പുറം മറ്റേത് സീറ്റിലാണ് താല്പര്യപ്പെടുന്നത്? എല്ലാ സീറ്റുകളും താല്പര്യമുള്ളതാണ്.
ഈ വടകരയിൽ ഞാൻ ചോദിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കെ മുരളീധരൻ അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹം തന്നെ അത് പരസ്യമായിട്ടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല വടകരയിൽ മത്സരിക്കുവാൻ. അങ്ങനെയാണെങ്കിൽ ലീഗിന് ആ സീറ്റ് ആവശ്യപ്പെടുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? അതെ, ഏതെങ്കിലും സീറ്റ് ഒഴിവുണ്ടോ നോക്കിയിട്ടല്ലല്ലോ ഞങ്ങൾ ആവശ്യപ്പെടുക. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും പാർട്ടി സംവിധാനവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടല്ലേ ഞങ്ങൾ ആവശ്യപ്പെടുക. മുന്നണി സംവിധാനവും ഏതെങ്കിലും സീറ്റ് ഒഴിവായി കിടക്കുന്നുണ്ട്, അവിടെ ഒന്ന് മത്സരിക്കാം, ഞങ്ങൾക്ക് വേണം എന്ന് പറയാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ഇത്തവണ മത്സരിക്കുന്നില്ല എന്നുള്ള വാർത്ത വരുന്നുണ്ട്. കണ്ണൂർ ഒഴിവാണ്, ഞങ്ങൾക്ക് അവിടെ പോയാൽ മതി. അപ്പോൾ ഒഴിവുള്ളിടത്ത് പോകുക എന്നുള്ളതല്ല, മുന്നണി സംവിധാനവും പാർട്ടിയുടെ സ്വാധീനവും നിങ്ങൾ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ് പുതിയൊരു സീറ്റിനെ കുറിച്ച് ആലോചിക്കുക. ഇപ്പോൾ ആ ഘട്ടത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ ഈ മൂന്നാം സീറ്റ് എന്ന് പറയുമ്പോൾ നിലവിലുള്ള ആ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ അപ്പുറത്തേക്ക് ഒരു സീറ്റ് എന്ന് പറയുമ്പോൾ ഈ പഴയൊരു കാര്യം ഓർമ്മ വരികയാണ്. ഈ 5ാം മന്ത്രി എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് ഈ UDF സംവിധാനത്തിൽ എത്രമാത്രം പ്രശ്നമുണ്ടാക്കി, അതല്ലെങ്കിൽ ഒരു മൊത്തത്തിലുള്ളൊരു സമവാക്യത്തെ എത്രമാത്രം ദുർബലമാക്കി എന്ന് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണല്ലോ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് UDFന് അധികാരത്തിലേക്ക് തിരിച്ചെത്തുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കടുംപിടുത്തത്തിലേക്ക് പോകുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചത് ഈ 5ാം മന്ത്രി അനുഭവമുള്ളത് കൊണ്ടാണോ? കടുംപിടുത്തത്തേക്ക് കരിങ്കൊടി പ്രതിഷേധങ്ങൾക്കെതിരെ വിമർശനവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കരിങ്കൊടി പ്രതിഷേധം ദൗർഭാഗ്യകരമാണെന്നും ക്രമസമാധാനം നിലനിർത്താൻ അധികാരമുള്ള പാർട്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നും ഗവർണർ വിമർശിച്ചു. I would like to make a light remark. Just about a kilometer or 2 kilometers from here, there were some people on the road with black cloth. Just suppose an alien comes to this place. He is following me. Alien means not only from some other planet, but also somebody who does not know the place. So some alien comes and he is following me and he asks me, who are these people with black flags? What reply will you give? They are members of the party which has been elected to run the government in Kerala. If they belong to the ruling party, how come they are protesting? Have you ever heard any ruling party protesting? Then what reply would you give? The reply would be that they are so used to, their sanskars are so used to disruption, disorder, protest, that they forget that they have been chosen to rule the state, and they go to the roads and create. Unfortunately, this is very unfortunate aspect, that how a party which is responsible for maintaining law and order in the state, its own members go on roads and create disruption and create and threaten the law and order. But that is how some people, it is a question of I won't say destiny, but sanskar is the appropriate word. If you have been brought up and trained in a particular manner, then it becomes very difficult to change your nature. So you keep doing it, disregarding all the obligations and duties which are cast upon you by the people of these states. കോൺഗ്രസ് നേതാവ് PT മോഹനകൃഷ്ണൻ അനുസ്മരണത്തിലാണ് ഗവർണർ പങ്കെടുക്കുന്നത്. എരമംഗലത്ത് ബാനർ ഉയർത്തിയ SFI പ്രവർത്തകർ പൊന്നാനിയിലേക്കുള്ള യാത്രക്കിടെ ഗവർണറെ കരിങ്കൊടി കാണിക്കുകയും ചെയ്തു.
നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ഈ മാസം 25 മുതൽ നടക്കും. സഭ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സഭാ സമ്മേളനം ആരംഭിക്കുക. ഫെബ്രുവരി 2-ന് ബജറ്റ് അവതരിപ്പിക്കാനാണ് ആലോചന. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിൽ. അടുത്ത ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമാണ് മോദി സംസ്ഥാനത്തുണ്ടാവുക. ചൊവ്വാഴ്ച വൈകിട്ട് കൊച്ചിയിൽ മോദി റോഡ് ഷോ നടത്തും. ബുധനാഴ്ച ഗുരുവായൂരിൽ ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കും. തുടർന്ന് കൊച്ചിയിൽ മടങ്ങിയെത്തുന്ന പ്രധാനമന്ത്രി പാർട്ടി നേതൃയോഗത്തിലും പങ്കെടുക്കും. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച്. അല്പസമയത്തിനകം മാർച്ച് നടക്കും. അവിടെ നിന്നും ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ഡാൻ, എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസും പാർട്ടിയും കടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ടോ? എന്താണ് സെക്രട്ടേറിയറ്റ് പരിസരത്തെ ഒരു സാഹചര്യം നിലവിൽ? രജനി, സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് 2 ആഴ്ച മുമ്പ് സമാനമായ തരത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചുമായി ബന്ധപ്പെട്ടുണ്ടായ അക്രമ സംഭവങ്ങളുടെ പേരിലാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസിന്റെ കടുത്ത നടപടി കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നേതൃത്വം നൽകുന്ന മാർച്ച്, പ്രതിഷേധ മാർച്ച് അല്പസമയത്തിനകം സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തിലേക്ക് എത്തുക. പോലീസ് നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കൂടുതൽ ഉദ്യോഗസ്ഥരെ സെക്രട്ടേറിയറ്റിന്റെ എല്ലാ കവാടങ്ങളിലേക്കും വിന്യസിച്ചിട്ടുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പോലീസ് നടപടിയിൽ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം ഇന്ന് നടത്താനാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. ആ പശ്ചാത്തലത്തിലാണ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നത്. ഏതാണ്ട് 1 മണിയോടെയായിരിക്കും മാർച്ച് ഇവിടെ എത്തുക എന്നാണ് വിവരം. പാളയത്ത് നിന്നാണ് മാർച്ച് തുടങ്ങുന്നത് എന്ന വിവരമാണ് നമുക്ക് പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. എന്തായാലും പോലീസ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു. ഇവിടെ സുരക്ഷ കൃത്യമായി തന്നെ ഉറപ്പുവരുത്തണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലുണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷ തന്നെ ഒരുക്കിയിരിക്കുകയാണ് സിറ്റി പോലീസ്. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവിടെ സുരക്ഷ ഒരുക്കുന്നത്. ബാരിക്കേഡുകൾ തീർത്തു കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ ഉദ്യോഗസ്ഥരെ എയർ ക്യാമ്പിൽ നിന്നടക്കം എത്തിച്ചുകൊണ്ടാണ് മാർച്ചിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ പോലീസ് സജ്ജമാക്കിയിരിക്കുന്നത്. പ്രതിഷേധക്കാരുടെ ഭാഗത്തുനിന്ന് വൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് കൂടുതൽ ജാഗ്രതയോടെയുള്ള സുരക്ഷ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരുക്കിയിരിക്കുന്നത് എന്ന വിവരമാണ് ലഭ്യമാകുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടമായി ഇവിടേക്ക് പല സ്ഥലങ്ങളിൽ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് 1 മണിയോടെ സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് സമര കവാടത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള മാർച്ച്. ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക്, മുതിർന്ന ഉദ്യോഗസ്ഥരെത്തി സുരക്ഷ ഒരുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്ന നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 1 മണിയോടെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തിലേക്ക് എത്തും. അതാണ് സാഹചര്യം. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ച്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെയും തീരുമാനം. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് 1 മണിയോടുകൂടി സെക്രട്ടേറിയറ്റിലേക്ക് അവിടേക്ക് എത്തുകയും വലിയ സുരക്ഷ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു ഘട്ടത്തിൽ അവിടെ ഒരുക്കിയിട്ടുണ്ട്. 2047ഓടെ ഗുജറാത്ത് മാത്രം $3 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാകുമെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി. 2047ഓടെ ഇന്ത്യയെ 35 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാക്കുന്നതിൽ നിന്ന് ഒരു ശക്തിക്കും തടയാൻ കഴിയില്ല എന്ന് മുകേഷ് അംബാനി പറഞ്ഞു. വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. The coming generations will indeed be thankful to Prime Minister Modi for being both a nationalist and an internationalist. You have laid a solid foundation for Viksit Bharat, India as a fully developed nation in Amrit Kal. No power on earth can stop India from becoming a $35 trillion economy by 2047. And as I see, Gujarat alone will become a $3 trillion economy.
Therefore, I am confident, every Gujarati is confident, and every Indian is confident that the Modi era will take India to new summits of prosperity, progress and glory. ഇപ്പോൾ ഗവർണർ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് I am asking you what they are telling. Why I should try to know from you what they are telling? My car has been hit or not? It has been damaged or not? Have you asked them? I am asking you reply. Have you asked them that car was hit? We are asking to every political parties. My dear friend, I have not, just asking questions. My dear friend, I have not seen anywhere anybody asking that the car has been damaged and court has taken cognizance. So you can answer them. Eh? You can answer them. Yeah, but that's not my personal question. You are, since you are saying, therefore I have a right to ask you that if you are moving in a car is hit, damaged, and they try to break it, how will you describe them? I'm asking you. How will you describe them? If somebody comes and hits the vehicle in which you are traveling with the intention to hit you, how will you describe him? And the party telling that it is also the part of protest, and we are living in a democratic country, it's also the part of protest. They are telling so, it's not from my words. You are saying that violence is part of protest? You accept that? Do you accept that violence is part of protest? Do you accept that? When you ask the question, then you should be properly, you should also be able to make your, how you feel about it. So do you think it's a criminal activity against? I have already said whatever I had to say, and I have just now spoken. They have forgotten that they have been elected by the people to run the government of the state. They are because of their old habits, and they are used to, we know so much. Everybody knows here. The violence in which they have indulged in the past. So there is nothing new about it. And I do not want to give them much importance. Thank you. ഗവർണർ മലപ്പുറത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അക്രമം പ്രതിഷേധത്തിന്റെ ഭാഗമല്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നതാലും പൊന്നാനിയിൽ ഒരു അനുസ്മരണ പരിപാടിയിലാണ് ഗവർണർ പങ്കെടുക്കാത്തത്. അതിനിടയിൽ SFIയുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഗവർണർക്കെതിരെ ഉയർന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. വത്തിക്കാന്റെ അനുമതി ലഭിച്ചാൽ ഉടൻ പ്രഖ്യാപനമുണ്ടാകും. കുർബാന ഏകീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക പുതിയ നേതൃത്വമായിരിക്കും. ഡാനിപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. എന്തായാലും പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ ഇന്ന് അറിയാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, എന്തായാലും ഇന്നൊരു പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കുമോ? വത്തിക്കാനിൽ നിന്ന് അറിയിപ്പ് ഇന്നങ്ങനെ പ്രതീക്ഷിക്കാമോ? രഞ്ജിനി, ഇന്ന് വൈകിട്ട് ഇത് സംബന്ധിച്ചൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതിൽ നിലവിലുള്ള ജോസഫ് കല്ലറങ്ങാട്ടിന് പുറമെ തന്നെ സെബാസ്റ്റ്യൻ വടക്കേൽ എന്ന ഉജ്ജയിൻ രൂപതയുടെ അധ്യക്ഷൻ, ഉജ്ജയിൻ രൂപതയുടെ ബിഷപ്പാണ്. അദ്ദേഹത്തിന്റെ പേര് കൂടി സജീവമായി അതായത് ഈ രണ്ട് പേരുകൾക്കാണ് മുൻതൂക്കം എന്നതാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അതിൽ ഇവരിൽ ഒരാൾ എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമായെങ്കിലും അതിന്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് വന്നിട്ടില്ല. ഒടുവിൽ അറിയാൻ കഴിയുന്നത് ഈ രണ്ടുപേർക്കും ഉള്ളൊരു പരിഗണനകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരിൽ ഒരാൾ എന്ന രീതിയിലാണ് വോട്ട് നടന്നിരിക്കുന്നത് എന്നൊരു സൂചന കൂടിയുണ്ട്. ഏതായാലും ഇതിനൊരു ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം വരേണ്ടിയിരിക്കുന്നു. അതിൽ ഇന്ന് വൈകിട്ട് കൂടി ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗികമായ പ്രഖ്യാപനം വത്തിക്കാനിലും അതേസമയം സിറോ മലബാർ സഭയുടെ ആസ്ഥാനത്തും ഒരുമിച്ച് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രഞ്ജിനി, ശരി. മകരവിളക്കിനോടനുബന്ധിച്ച് ശബരിമലയിൽ സുരക്ഷ ശക്തമാക്കാൻ പോലീസ്. സുരക്ഷാ ഡ്യൂട്ടിക്കായി 2500 പോലീസുകാരെ നിയോഗിച്ചു. സ്പെഷ്യൽ ഓഫീസർ സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ ക്രമീകരണങ്ങൾ പരിശോധിച്ചു. സുരക്ഷിതമായി മകരജ്യോതി ദർശിക്കാൻ സൗകര്യമൊരുക്കുകയാണ് ലക്ഷ്യം. ഇതിനായി തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സജീവ് സി വാര്യരുടെ റിപ്പോർട്ട്. മകരവിളക്കിനോട് അനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളെല്ലാം തകൃതിയായി നടക്കുകയാണ് സന്നിധാനത്ത്. പ്രത്യേകിച്ചും പോലീസിന്റെ ഭാഗത്തു നിന്ന് സുരക്ഷ ശക്തമാക്കുന്ന നടപടികളുണ്ട്. 50,000 പേരായി 14-ാം തീയതിയും 40,000 പേരായി 15-ാം തീയതിയും തീർത്ഥാടകരുടെ എണ്ണം നിജപ്പെടുത്തിയിട്ടുണ്ട്.
അതോടൊപ്പം ഈ ദിവസങ്ങളിൽ പ്രായമായവരും കുട്ടികളും ഒന്നും ദർശനത്തിന് എത്തരുത് എന്നാണ്, എത്തുന്നത് ഒഴിവാക്കണമെന്നാണ് ദേവസ്വം ബോർഡ് അഭ്യർത്ഥിക്കുന്നത്. 16 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ നിയന്ത്രണം ഉണ്ടാകില്ല. അതേസമയം സന്നിധാനത്ത് പോലീസിന്റെ പുതിയ ബാച്ച് ചുമതലയേറ്റിട്ടുണ്ട്. 2500 പോലീസുകാരെയാണ് സുരക്ഷ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നത്. SOI സുജിത് ദാസ് ചുമതലയേറ്റു. ഇന്ന് അദ്ദേഹം സന്നിധാനത്ത് പരിശോധനകൾ നടത്തുകയുണ്ടായി. വൈകുന്നേരം വരെ പരിശോധനകൾ തുടരും. കാരണം സുരക്ഷ ശക്തമാക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ വ്യൂ പോയിന്റുകൾ സജ്ജീകരിക്കേണ്ടതുണ്ട്. എവിടെയെല്ലാം തീർത്ഥാടകർ മകരവിളക്ക് കാണാൻ കൂട്ടമായി നിൽക്കും എന്നുള്ളത് അനുസരിച്ച് അത്തരം ഭാഗങ്ങളിൽ ഏത് തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ആലോചനകൾ ഉണ്ട്. ഇന്ന് ദേവസ്വവും പോലീസും ചേർന്ന് യോഗങ്ങൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ വിശകലനങ്ങളും അവലോകനങ്ങളും നടക്കും. ഏത് തരത്തിൽ സുരക്ഷ ശക്തമാക്കാം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളിൽ ആലോചനകൾ ഉണ്ടാകും. അതിനുവേണ്ടിയുള്ള നിയന്ത്രണങ്ങളും മറ്റു കാര്യങ്ങളും തയ്യാറാക്കും. വ്യൂ പോയിന്റുകൾ തയ്യാറാക്കുന്ന നടപടികൾക്കും തുടക്കമായിട്ടുണ്ട്. അയോധ്യയിലെ പ്രതിഷ്ഠയ്ക്കായി റെക്കോർഡ് അളവിൽ ഹൽവയൊരുക്കുകയാണ്. നാഗ്പൂർ സ്വദേശിയായ സെലിബ്രിറ്റി ഷെഫ് വിഷ്ണു മനോഹറാണ് പാചകം ചെയ്യുന്നത്. ഒരൊറ്റ പാത്രത്തിൽ നിന്നായി 8000 കിലോഗ്രാം ഹൽവയാണ് നിർമ്മിക്കുക. ഇതിന്റെ ഒരു ഭാഗം അയോധ്യയിൽ നിവേദിക്കുകയും ചെയ്യും. ലോകത്താദ്യമായാണ് ഒരൊറ്റ പാത്രത്തിൽ ഇത്രയേറെ അളവിൽ ഹൽവ നിർമ്മിക്കുന്നത്. ഇതാദ്യമായല്ല വിഷ്ണു മനോഹർ ഇത്തരത്തിലൊരു റെക്കോർഡ് പരിശ്രമം ഏറ്റെടുക്കുന്നത്. ഹൽവ തയ്യാറാക്കുന്നതിനായി വിഷ്ണുവും കൂട്ടരും ഉടൻ തന്നെ അയോധ്യയിലേക്ക് തിരിക്കും. हलवा निर्मिക്കാൻ ലഭിച്ച അവസരം നിയോഗമായാണ് വിഷ്ണു കാണുന്നത്. और ये हलवा जो है तो सूजी का हलवा होगा. अयोध्या जाने से पहले कढ़ाई जाएगी रामटेक. रामटेक में गढ़ मंदिर में 5000 किलो का हलवा बनाएंगे. उसके बाद 22 तारीख को 6000 किलो का हलवा हम कुराड़ी के मंदिर में बनाएंगे और वहाँ से फिर डायरेक्टली अयोध्या वो बनेगा 7 से 8000 किलो का हलवा. और पहले तो रिकॉर्ड बनाने का कोई चक्कर था नहीं. നിരവധി പ്രതിസന്ധികൾ മറികടന്നാണ് ഇത്തരമൊരു ശ്രമത്തിന് ഒരുങ്ങുന്നത്. ഇതിൽ പിഴവിന് ഇടമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വിഷ്ണുവിന്റെ നീക്കം. महसूस तो बहुत बढ़िया कर रहा हूँ. जब 22 तारीख डिक्लेयर हुई उसी से मैंने ठान लिया कि हमें भोग तो चढ़ाना है. तो मैंने फिर वहाँ के पदाधिकारियों को मेरा निवेदन दिया कि भाई मेरी ऐसी इच्छा है. तो उन्होंने भी हाँ कर दी और फिर हमने नई कढ़ाई की एक योजना बनाई. अभी की जो कढ़ाई है वो 10 बाय 10 की है. नई कढ़ाई 15 फीट की होगी जिसकी कैपेसिटी जो है 15000 लीटर होगी. तो 15000 लीटर में तकरीबन 7 से 8000 किलो हलवा बनेगा. ये कढ़ाई 17-18 तारीख तक तैयार हो जाएगी. जैसे कढ़ाई तैयार हुई 20 तारीख को इसकी जो एक रैली निकलेगी. कढ़ाई ले जाएंगे हम महल जहाँ से कार सेवकों का आखिरी का जत्था गया था. तो वहाँ पर वो कढ़ाई जाएगी. विधिवत उसका पूजन होगा. തയ്യാറാക്കുന്ന ഹൽവയുടെ ഒരു ഭാഗം ഭഗവാന് മുന്നിൽ നീതിക്കും. ശേഷം അവിടെ എത്തുന്ന അതിഥികൾക്ക് വിതരണം ചെയ്യും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. അയോധ്യ നഗരത്തിന് വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. 5 വർഷം മുമ്പ് അയോധ്യയിൽ സന്ദർശനം നടത്തിയ ഒരാൾക്ക് ഇന്ന് അയോധ്യയിലെത്തിയാൽ വലിയ അമ്പരപ്പാണ് ഉണ്ടാവുക. അത്രയധികം വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നത്. രാജ്യാന്തര നിലവാരത്തിലെ വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും ടെന്റ് സിറ്റികളുമായി ഒരു ലോകോത്തര നഗരം തന്നെയാണ് ഇന്ന് അയോധ്യ. ആ കാഴ്ചയിലേക്ക്. അയോധ്യ നഗരം ആകെ മാറിയിരിക്കുകയാണ്. 5 വർഷം മുൻപ് അയോധ്യയിലെത്തിയവർക്ക് ഇന്നത്തെ നഗരത്തിന്റെ മുഖമാറ്റം വലിയ അമ്പരപ്പുണ്ടാക്കും. ഒരു സാധാരണ ഉത്തരേന്ത്യൻ നഗരത്തിന്റെ കാഴ്ചകളിൽ നിന്ന് അയോധ്യാപുരി ഇന്ന് ഒരു ലോകോത്തര നഗരത്തിന്റെ മുഖമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. നഗരമാകെ ഇപ്പോൾ ഉത്സവ പ്രതീതിയാണ്. ഡിസംബർ 30-നാണ് അയോധ്യ ധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും മഹർഷി വാൽമീകി രാജ്യാന്തര വിമാനത്താവളവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത്. ഒപ്പം നാനാവിധ വികസന പ്രവർത്തനങ്ങളും സൗന്ദര്യവൽക്കരണവുമാണ് ഇന്ന് അയോധ്യാപുരിക്ക് ചാരുത പകരുന്നത്. വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സൗകര്യങ്ങളും പശ്ചാത്തല സംവിധാനങ്ങളും ഒരുക്കിയാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. റോഡുകളെല്ലാം നന്നാക്കി അവയും രാജ്യാന്തര നിലവാരത്തിലാണ്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയാണ് റോഡുകളുടെ പുനർനിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഇന്നത്തെ കാഴ്ചകളാണെങ്കിൽ 5 വർഷം മുൻപ് ഒരു ശരാശരി പട്ടണം മാത്രമായിരുന്നു അയോധ്യ. റോഡുകളെല്ലാം ഒന്നും അത്ര മേന്മയുള്ളതായിരുന്നില്ല. പലയിടത്തും പൊട്ടിയും പൊളിഞ്ഞും കിടന്നിരുന്നു. റെയിൽവേ സ്റ്റേഷൻ B ക്ലാസ് ശ്രേണിയിലുള്ളത് മാത്രമായിരുന്നു. കടന്നു പോകുന്ന ട്രെയിനുകളുടെ എണ്ണവും വളരെ കുറവ്. ഇനി 100 കണക്കിന് ട്രെയിനുകളാണ് അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയും പോവുകയും ചെയ്യുക. അവയിലെല്ലാമായി ലക്ഷക്കണക്കിന് തീർത്ഥാടകരും സഞ്ചാരികളും അയോധ്യ പട്ടണത്തിലെത്തും. ഒരാൾ പോലും യാത്രയ്ക്കായി എത്തുമ്പോൾ ഒരു വിധേനയും ബുദ്ധിമുട്ടാത്ത വിധമാണ് സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്.
വിമാനത്താവളം വരുന്നതിന് മുൻപ് ഫൈസാബാദിൽ വെറുമൊരു എയർ സ്ട്രിപ്പ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് ഇന്ന് മഹർഷി വാൽമീകി രാജ്യാന്തര വിമാനത്താവളമായി മാറിയിരിക്കുന്നത്. മുൻപ് വളരെ ഇടുങ്ങിയ റോഡായിരുന്നു രാമലല്ല ദർശൻ മാർഗ്. ഇപ്പോൾ രാമജന്മഭൂമി പഥായി മാറിയിരിക്കുന്നു. ചുവന്ന സാൻഡ്സ്റ്റോൺ കൊണ്ട് അലങ്കരിച്ച് മനോഹരമാക്കിയ ഈ റോഡിലൂടെ വേണം ടൂറിസ്റ്റുകൾക്ക് രാമക്ഷേത്രത്തിലെത്താൻ. മൊഹബറ ജംഗ്ഷൻ ചൂടാമണി ക്രോസിംഗായി മുഖമിനുക്കി. സീതാദേവിയുടെ ചൂടാമണിയുടെ മാതൃക ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. മുൻപ് സ്ഥിരമായി ട്രാഫിക് ജാം ഉണ്ടായിരുന്ന തേഥി ബസാറിൽ ഇപ്പോൾ മൾട്ടി ലെവൽ പാർക്കിംഗ് സൗകര്യം നിർമ്മിച്ചിട്ടുണ്ട്. അയോധ്യയിൽ 5 റെയിൽവേ മേൽപ്പാലങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് റെയിൽവേ മേൽപ്പാലം, തേഥി ബസാർ റെയിൽവേ മേൽപ്പാലം, ഫത്തേഗഞ്ച് റെയിൽവേ മേൽപ്പാലം, ഉദയ ചൗരാഹ റെയിൽവേ മേൽപ്പാലം എന്നിവയുടെ പണികൾ അന്തിമഘട്ടത്തിലാണ്. ഭരണമാറ്റത്തിന് പിന്നാലെ അയോധ്യയും മാറിയെന്ന് പറയാം. പ്രധാനമന്ത്രി മോദിയുടെയും മുഖ്യമന്ത്രി യോഗിയുടെയും നേതൃത്വത്തിൽ അയോധ്യയിൽ 30,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളാണ് ഇപ്പോൾ നടക്കുന്നത്. അയോധ്യയിലെ ബസ് സ്റ്റേഷനും വലിയ മുഖമിനുക്കൽ നടത്തി. ഇപ്പോൾ രാജ്യാന്തര നിലവാരമുള്ള സൗകര്യങ്ങളാണ് ഈ ബസ് സ്റ്റേഷനിലാകെ. വരും ദിവസങ്ങളിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി ബസ് സർവീസുകൾ ഇവിടേക്ക് ആരംഭിക്കും. അയോധ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്ന ടെന്റ് സിറ്റികൾ ഇന്ത്യക്കും ലോകത്തിനും വലിയ മാതൃകയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സാധാരണ സിംഗിൾ ഒക്യുപ്പൻസി മുതൽ പഞ്ചനക്ഷത്ര സൗകര്യമുള്ള സ്യൂട്ടുകൾ വരെയാണ് ഓരോ ടെന്റ് സിറ്റിയിലും ഒരുക്കിയിരിക്കുന്നത്. അയോധ്യ നഗരപാലിക നേരിട്ടും സ്വകാര്യ പങ്കാളിത്തത്തോടെയുമാണ് ഇവ നിർമ്മിച്ചതും വികസിപ്പിച്ചതും. സരയൂ നദിയുടെ തീരത്ത് താമസിക്കാമെന്ന വലിയ ആകർഷണവും ചില ടെന്റ് സിറ്റികളിലുണ്ട്. ഇന്ത്യക്ക് തന്നെ വലിയ മാറ്റമാണ് സമീപ വർഷങ്ങളിലുണ്ടായത്. പല നഗരങ്ങളും വലിയ തോതിൽ മാറി, പലതും രാജ്യാന്തര നിലവാരത്തിലായി. അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്കെത്തുന്നവർ ഈ നഗരത്തിലെ മാറ്റങ്ങൾ കണ്ട് അത്ഭുതപ്പെടുമെന്ന് ഉറപ്പാണ്. മെട്രോ യാത്രക്കാർക്ക് ഇനി ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കേണ്ട. യാത്ര സുഗമമാക്കാൻ വാട്സ്ആപ്പ് ടിക്കറ്റിംഗ് ഒരുക്കുകയാണ് KMRL. നിലവിൽ 5.35 കോടി രൂപയുടെ ലാഭത്തിലാണ് കൊച്ചി മെട്രോ പ്രവർത്തിക്കുന്നത്. മെട്രോയുടെ ഏറ്റവും പുതിയ ടിക്കറ്റിംഗ് സംവിധാനം വാട്സ്ആപ്പ് ടിക്കറ്റിംഗ് ചലച്ചിത്രതാരം മിയ ലോഞ്ച് ചെയ്തു. ഇനി വാട്സ്ആപ്പ് ഉപയോഗിച്ച് യാത്രക്കാർക്ക് സുഗമമായും കാത്തുനിൽക്കാതെയും ടിക്കറ്റ് എടുക്കാൻ സാധിക്കും. കൊച്ചിയിൽ നടന്ന ആനുവൽ പ്രസ് മീറ്റിൽ KMRL MD ലോക്നാഥ് ബെഹ്റ മെട്രോയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളും ഭാവി പരിപാടികളും പങ്കുവച്ചു. Monthly average in 2023 is more than 25 lakhs ഒരു മാസം. ആൻഡ് ഈ 2023 40 ദിവസത്തിലെ ഞങ്ങൾ 1 ലക്ഷം ആൾക്കാരെ കൂടുതൽ യാത്ര ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. അപ്പോൾ നമ്മുടെ 2024 ആവറേജ് റൈഡർഷിപ്പ് പെർ ഡേ വിൽ ട്രൈ ടു മേക്ക് ഇറ്റ് 1 lakh. കാരണം നമ്മുടെ ഒരു പുതിയ സ്റ്റേഷൻ അടുത്ത മാസം മുതൽ എവറിത്തിങ് ഗോസ് റൈറ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് ലാസ്റ്റ് സ്റ്റേഷൻ തൃപ്പൂണിത്തറ തുടങ്ങാൻ പോകുന്നുണ്ട്. SN ജംഗ്ഷൻ മുതൽ തൃപ്പൂണിത്തറ വരെ നീളുന്ന മെട്രോയുടെ ജോലികൾ പൂർത്തിയായി. കേരളത്തിന്റെയും തൃപ്പൂണിത്തറയുടെയും പാരമ്പര്യം വിളിച്ചോതുന്ന മ്യൂസിയവും തൃപ്പൂണിത്തറ സ്റ്റേഷനിൽ സ്ഥാപിക്കും. സ്റ്റേഷനുകളിലേക്ക് ആളുകൾക്ക് എത്തുവാൻ വേണ്ടി കൂടുതൽ ഫീഡർ ബസ്സുകളും ഓട്ടോറിക്ഷകളും ലഭ്യമാക്കും. ഇവയിലെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കൊച്ചി മെട്രോ കാർഡ് മാറ്റാനും പദ്ധതിയുണ്ട്. കൊച്ചി വാട്ടർ മെട്രോയിൽ 14,000 ലക്ഷത്തിലധികം ആളുകളാണ് ഇതുവരെ യാത്ര ചെയ്തത്. അതേസമയം 2ാം ഘട്ടത്തിൽ ലഭിക്കേണ്ടിയിരുന്ന 11 ബോട്ടുകൾ ഇതുവരെയും മെട്രോയ്ക്ക് ലഭിച്ചിട്ടില്ല. എന്തുകൊണ്ട് ലഭിച്ചില്ല എന്നും UPയിലേക്ക് കൊണ്ടുപോയ 2 ബോട്ടുകൾ ഏതാണെന്നും കൊച്ചിൻ ഷിപ്പ്യാർഡ് തന്നെ പറയേണ്ടതാണെന്നും ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. ഉത്തർപ്രദേശിലെ അംരോഹയിൽ ഒരു കുടുംബത്തിലെ 5 പേർ ശ്വാസം മുട്ടി മരിച്ചു. സോനം, മാഹിൻ, മഹക്, വാരിസ് എന്നിവരാണ് മരിച്ചത്. അലിപൂർ ബുദ് ഗ്രാമത്തിലെ റൈസുദ്ദീൻ എന്നയാളിന്റെ വീട്ടിലാണ് ദുരന്തമുണ്ടായത്. റൈസുദ്ദീന്റെ ഭാര്യ ഹുസൈൻ ജഹാൻ, ഭാര്യ സഹോദരൻ റിയാസത്ത് എന്നിവരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തണുപ്പകറ്റാൻ രാത്രി കൽക്കരി കത്തിച്ചതിന് ശേഷം ഇവർ ഉറങ്ങാൻ കിടക്കുകയായിരുന്നു. വിഷപ്പുക ശ്വസിച്ചതാണ് മരണത്തിനിടയാക്കിയത് എന്നാണ് റിപ്പോർട്ടുകൾ. 2 ദിവസം കുടുംബാംഗങ്ങളെ പുറത്തു കാണാത്തതിനാൽ സമീപവാസികൾ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് സംഭവം പുറത്തറിഞ്ഞത്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5740, പവന് 45,920.
സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4780, പവന് 38,240. വെള്ളി ഗ്രാമിന് 78, കിലോയ്ക്ക് 78,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് റൂം ലൈവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ വരിക, അതെല്ലാം സ്ഥിരീകരിച്ചു.